പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവർ കഴിയുന്ന മുമ്പോട്ടിരിക്കണം. കാര്യം ഒരുപാട് ആളുകളില്ല. ഒരു പോപ്പുലർ പ്രോഗ്രാമുകളുള്ള പോലത്തെ ഒരാളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ സെഷൻ. കവിതയിൽ പ്രത്യേകമായ താല്പര്യമുള്ളവർക്കാണ്. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. കഴിയുമെങ്കിൽ അവരെല്ലാം മുന്നോട്ട് വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് കവിത ഞങ്ങൾ വാസ്തവത്തിൽ ചർച്ചയേക്കാൾ കൂടുതൽ കവിത ചൊല്ലലാണ്. ചർച്ചയൊന്നുമില്ല വാസ്തവത്തിൽ. കവികൾക്ക് പറയാനുള്ളതെല്ലാം കവിതയിലാണ് ഉള്ളത്. ജീബൻ നാര, ശരിക്കും ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ കാരണം ഇവിടെ മലയാളികളല്ലാത്തവരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഫ് someone else here who want to speak in listen in English, you can mention it. You can tell freely, then I will shift to, or I can translate myself to English. Otherwise, he will recite in Ahomi, means Asamiya, and I am going to recite the translation of his poems in Malayalam. And also some of the English translation also we are going to recite. ഞാൻ മലയാളത്തിൽ തന്നെ ജീവനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളുടെ അടുത്ത് പറയാം. മലയാളത്തിൽ പറയുന്നതിന് വേറൊരു പ്രസക്തിയും കൂടെ ഉണ്ട്. സ്വന്തം നാട് കഴിഞ്ഞാൽ, ആസാം കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവന് രണ്ടാം നാട് പോലെ, രണ്ടാം ജന്മനാട് പോലെയുള്ള ഒരു തോന്നൽ, ഒരു വികാരം ഉള്ള ഒരു സ്ഥലം കേരളമാണ്. അതിന് ദിസ് യുവർ സെക്കൻഡ് പ്ലേസ്, ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. ജീവൻ കേരളത്തെക്കുറിച്ചൊരു സുദീർഘമായ കവിതയും എഴുതിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പമായിരുന്ന കാലത്ത്, അതായത് 22, 23, മാക്സിമം 24, ദറ്റ് ആ ഏജിൽ ആണ് ഞങ്ങളൊക്കെ തമ്മിൽ പരിചയപ്പെടുകയും കൗമാരത്തിൽ ഒന്നിച്ച് കവിത എഴുതി വളർന്ന ഏതൊരു മലയാളിയെയും പോലെ തന്നെയാണ് എനിക്ക് ജീവന് ഐ ആം ലൈക്ക് എ പേഴ്സൺ ഹു ഗ്രോ അപ്പ് വിത്ത് ഹിം ആസ് എ പോയറ്റ് ഇൻ ദ യങ് ഏജ് ഇൻ ഹിസ് ഓൺ കൺട്രി. രണ്ടു പേർക്ക്, ഞങ്ങൾക്ക് മാത്രമല്ല, ഞാനും ജീവനും മറ്റൊരു മലയാള കവിയായ അനിത തമ്പി, ഞങ്ങൾ മൂന്നുപേര് ഏതാണ്ട് കവിതയിലെ ഒരു പ്രത്യേക കുടുംബം പോലെയാണ്. ഏതാണ്ട് 10, 25, 30 വർഷമായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ജീവിതത്തിലും കവിതയിലും ഞങ്ങളെക്കൊണ്ടാവുന്നത് പോലെ വളരുകയും ചെയ്തിട്ടുള്ളത്. ജീവൻ യഥാർത്ഥത്തിൽ അസാം നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാവുന്നത് പോലെ തന്നെ അനേകം ഗോത്ര സമൂഹങ്ങളും അനേകം സസ്യ സമൂഹങ്ങളും അനേകം ജലരാശികളും നിറഞ്ഞ ഒരു അതിമനോഹരമായ പ്രദേശമാണ്. അതേസമയം ബ്രഹ്മപുത്രയിലെ വെള്ളം പൊങ്ങിയാൽ വലിയ എല്ലാ മനുഷ്യരും മറ്റ് ജീവികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഓടി മലമുകളിലേക്ക് കയറുകയും അനേകം കെടുതികൾക്കിരയാവുകയും സൈക്ലോണുകൾ വരികയും ചെയ്യുന്നൊരു സ്ഥലമായിരിക്കെ നമ്മുടെ ഗവൺമെൻറ്റുകൾ പലപ്പോഴും മറ്റേത് പ്രദേശത്തുണ്ടാകുന്ന അത്രയും ശ്രദ്ധ കൊടുക്കാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പ്രദേശവുമാണ് പലപ്പോഴും. അങ്ങനെ നല്ലതും മനോഹരവും അതേസമയം ദുഃഖകരവുമായ ഒരുപാട് സമകാലിക പാരമ്പര്യങ്ങളുടെ നാടാണ് ബ്രഹ്മപുത്രയുടെ കരയിലുള്ള ഈ അനേകം ഗോത്രങ്ങളുടെ വൈഷ്ണവ സംസ്കാരത്തിൻ്റെയും ഒക്കെ പൊതുഭൂമി. അവിടെ ജീവൻ മിസ്സിംഗ് എന്ന ട്രൈബിലാണ് ജനിച്ചത്. ജീവൻ പക്ഷെ വളർന്നത് അസാമിയ ഭാഷയുടെ വലിയ പ്ലൂറാലിറ്റി, ബഹുലതയ്ക്കകത്താണ് പഠിച്ചത്. ജീവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മാതൃഭാഷയായ മിസ്സിങ്ങിൻ്റെ ഫോക്ലോർ ട്രഡീഷൻ, അതിൻ്റെ നാടോടി പാരമ്പര്യത്തിൻ്റെ ഊറ്റം എനിക്കുണ്ട്. അതേസമയം ഞാൻ സ്വാഭാവികമായും പഠിച്ചു വളർന്ന അഹോമി ആ പാരമ്പര്യത്തിൻ്റെയും അതിൻ്റെ അഭിമാനവും ഞാൻ കൊണ്ടു നടക്കുന്നത്. ആ ഭാഷയാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത്. ആ വലിയ ഭാഷാ ദേശീയതയുള്ള നാടാണ്. നമ്മൾ ഈ കവിതകൾ കുറച്ചൊല്ലിയതിന് ശേഷം ജീവൻ അവിടുത്തെ ഭാഷാ ദേശീയതയ്ക്ക് വേണ്ടി, ഭാഷയുടെ തനിമയ്ക്ക് വേണ്ടി, ഭാഷകളുടെ തനിമയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ജീവൻ്റെ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചില കവിതകൾ കഴിഞ്ഞ ജീവൻ 2-3 ഫേസസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാതെ ആദ്യമേ പറയുന്നില്ല. ജീവൻ്റെ ഒരു ട്രൈബൽ എനർജിയൊക്കെ വരുന്ന യൗവനകാലം, അത് കഴിഞ്ഞ് വളരെ സബ്റ്റിലായ ലിംഗ്വിസ്റ്റിക്കായ ഒരുപക്ഷെ അൺട്രാൻസ്ലേറ്റബിളായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള അതിസൂക്ഷ്മമായ ഭാഷയുടെ പ്രയോഗമുള്ള ഒരു കാലത്തേക്ക് ജീവൻ്റെ കവിത വികസിക്കുന്നുണ്ട്.
അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തിൻ്റെ അസാമിൻ്റെ പല ഭാഗങ്ങളിൽ നോർത്ത് ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയമായ അനേകം വൈരുദ്ധ്യങ്ങളിൽ കൂടെ അതിൻ്റെ ഷെയ്ഡ്സിൽ കൂടെ അത് കടന്നു പോകുന്നുണ്ട്. ഒരിക്കലും മുദ്രാവാക്യമാകാത്ത രീതിയിൽ ഭാഷയുടെ സൂക്ഷ്മതയിൽ കൂടെ അവിടുത്തെ ടർമോയിൽ, പൊളിറ്റിക്കൽ ടർമോയിലിനെയും കൾച്ചറൽ ടർമോയിലിനെയും ജീവൻ കവിതയിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ 2-3 തരം ഫീച്ചേഴ്സുള്ള കവിതകൾ ഇവിടെ വായിക്കപ്പെടുന്നുണ്ട്. ഈ 3 ഫീച്ചേഴ്സും അതിശക്തമായിട്ടുള്ള ഒരു കവിതയിൽ നിന്ന് തുടങ്ങാം. അത് 3 ഭാഷയിലും വായിക്കും. ആദ്യം അഹോമി, ദെൻ ഇംഗ്ലീഷ്, ദെൻ ഞാൻ മലയാളത്തിൽ വായിക്കും. ഐസ് വോയിസ് മലയാളത്തിൽ ശബ്ദം അതുപോലെ ഇരിക്കും. തായി മൊഴി എന്നാണ് ഞാൻ വിവർത്തനം ചെയ്തിട്ടുള്ളത്. മലയാള വിവർത്തനത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഐസ് വോയിസ് ആൻഡ് ടെൽ ദ അഹോമി ടൈറ്റിൽ ഓൾസോ. നമസ്തേ കേരള ആൻഡ് നമസ്തേ കാലിക്കറ്റ്. I am going to reading my poems in my own language. Hope it is better for you because mother tongue is mother tongue everywhere. I start first poem, Air Matkhar, very small poems. Air Matkhar. ধৰ্মতকৈ আইৰ মাতষাৰ মই বিশ্বাস কৰোঁ। সেই বিশ্বাস সাগৰ তলি চুব নোৱাৰাৰ সমান। সেই বিশ্বাস কোটি কোটি যোজনৰ তৰা চুব নোৱাৰাৰ সমান। আইৰ মাতষাৰ ধৰ্মতকৈ ওখ, কাৰণ ধৰ্ম ৰাজনীতিৰ ভিত্ত। English translation done by Anindita Kaur. I's voice. I have more faith in I's voice than in religion. That faith is deep as the ocean's bottom. The faith goes far as the farthest stars. I's voice soarer than religion, for religion has slave to politics. Thank you. മലയാള വിവർത്തനം തായി മൊഴി എന്നാണ്. അതായത് ഈ കവിതയിൽ 2 അർത്ഥവും കൂടെ ഒന്നിച്ചാണ്. മാതൃഭാഷയെന്നും അമ്മ പറയുന്ന വാക്കുകൾ എന്ന 2 അർത്ഥവും അതിൻ്റെ അഹോമിയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചിരുന്ന അഹോമിയും വായിച്ചിട്ടാണ്. ഒരുപക്ഷെ മറ്റൊരു ജോണറിനും പറ്റാത്ത ഒരു കാര്യം, കവിത ഒന്നിച്ചിരുന്നാൽ നമുക്ക് അതേ ഏകദേശം ഇന്ത്യൻ ഭാഷയുള്ള കവിതകൾ ആ ഭാഷ ഊരി മാറ്റിയിട്ട് വേറൊരു ഭാഷ വെച്ചാൽ മതി, കവിതയുടെ ഭാഷ അവിടെ കിടക്കും. അങ്ങനെയാണ് ഞങ്ങൾ പലപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ളത്. എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. തായ്മൊഴി. മതത്തെക്കാൾ വിശ്വാസം എനിക്ക് തായ്മൊഴിയോട്. മതത്തെക്കാൾ വിശ്വാസം എനിക്ക് തായ്മൊഴിയോട്. ആ വിശ്വാസത്തിൻ്റെ ആഴം സമുദ്രത്തിനടിത്തട്ടോളം. ആ വിശ്വാസം ചെന്നെത്തുക ഏറ്റവും ദൂരത്തെ നക്ഷത്രത്തോളം. ആ വിശ്വാസത്തിൻ്റെ ആഴം സമുദ്രത്തിനടിത്തട്ടോളം. ആ വിശ്വാസം ചെന്നെത്തുക ഏറ്റവും ദൂരത്തെ നക്ഷത്രത്തോളം. മതം രാഷ്ട്രതന്ത്രങ്ങൾക്കടിമയാകയാൽ അതിനുമുയരേക്ക് കിളരുന്നു എൻ്റെ തായ്മൊഴി. മതം രാഷ്ട്രതന്ത്രങ്ങൾക്കടിമയാകയാൽ അതിനുമുയരേക്ക് കിളരുന്നു എൻ്റെ തായ്മൊഴി. When someone brings news, a man was waiting in the frontier with some news. These days, doesn't your heart pound when someone brings news? The pig your mother had farmed out has given birth to 9 piglets. Oof, so that was the news. Elated, mother ran off barefoot in mid the litter. The swamps on the fingers of the village over ground with mellow colocasia, a sign that the pig population is dwindling. Early morning the litter follows the mother into the swamps to eat colocasia roots. The next moment, with frightened grunts, the pig run for their lives. Some foxes are seen shredding the flesh of the dead man into pieces with their bloody fangs. Are not you scared when someone brings news? I always
M. ഈ കവിത ഇതും മറ്റേ കവിതയുമായിട്ട് ചേർത്ത്, അതായത് ഈ അസാമിലെ പലതരം വംശീയവും രാഷ്ട്രീയവും പ്രാദേശികമായ വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അനേകം കലാപങ്ങൾ പല കാലഘട്ടങ്ങളിലാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോഴും അവൻ്റെ പല ഭാഗങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ ജനങ്ങൾ, ഗ്രാമീണരായ ജനങ്ങൾ ഇതിൻ്റെ എല്ലാം ഇരകളാണ്. ഒരു വലിയ കാർഷിക ഗ്രാമങ്ങളുടെ സമാഹാരമാണ് ആസാം താഴ്വര. അവിടുത്തെ ഒരു കാർഷിക ഗ്രാമത്തിലെ പന്നികളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നാട്ടുപന്നികൾ, നാട്ടിലെ വളർത്തു പന്നികളുടെ. പക്ഷേ ഈ ജീവൻ്റെ കവിതകളെ രാഷ്ട്രീയം അങ്ങനെയാണ്, ഡയറക്റ്റായിട്ട് പറയില്ല അത്. പക്ഷേ ഇത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ ഈ കവിതയ്ക്കകത്ത് ഈ പന്നികളുടെ ഭയം ഒരു ജനതയുടെ, ഒരു കാർഷിക ജനതയുടെ മുഴുവനും നൈതികവും അരക്ഷിതവുമായ ഭയമായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന കാണാം. ആരെങ്കിലും വാർത്തകളുമായി വരുമ്പോൾ, ഏതോ വാർത്തയുമായി ഒരാൾ ഉമ്മറത്ത് നിൽക്കുന്നു. ഈയിടെ ആരെങ്കിലും വാർത്തകളുമായി വരുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നില്ലേ? നിന്റെ അമ്മ വളർത്തണ പന്നിയിലൊരുത്തി പെറ്റു, കുഞ്ഞുങ്ങൾ 9. ഹോ, അതാണ് വാർത്ത, ആശ്വാസം. ആവേശം മൂത്ത് അമ്മ നിന്ന കാലിലോടി കുഞ്ഞുങ്ങളെ കാണാൻ. ഊരതിരിലെ ചതുപ്പിൽ ആർത്തു തഴച്ച ചേമ്പുകൾ. പന്നികളുടെ എണ്ണം ചുരുങ്ങുന്നതിൻ്റെ ലക്ഷണം. ഈ ചേമ്പുകളുടെ എണ്ണം കൂടിയാലും പന്നികളുടെ എണ്ണം കുറഞ്ഞെന്നാണ് അർത്ഥമേ. അതൊരു കാർഷികമായിട്ടൊരു നിരീക്ഷണമാണ്. ഊരതിരിലെ ചതുപ്പിൽ ആർത്തു തഴച്ച ചേമ്പുകൾ, പന്നികളുടെ എണ്ണം ചുരുങ്ങുന്നതിൻ്റെ ലക്ഷണം. എന്നും വെളുപ്പിന് കുഞ്ഞിപ്പന്നികൾ തള്ളയുടെ പിന്നാലെ ചതുപ്പിലെത്തും, മൂട് ചിക്കി ചേമ്പിൻ കിഴങ്ങ് ശാപ്പിടാൻ. നൊടിയിടയിൽ പേടിച്ച് മുരണ്ട് അതുങ്ങൾ ജീവനും കൊണ്ട് ഓടും. ചോരയിട്ടുന്ന പല്ലുകളാൽ മനുഷ്യ ശവങ്ങൾ പിച്ചി ചീന്തുന്ന കുറുക്കന്മാരെ കണ്ട്. ആരെങ്കിലും വാർത്തകളുമായി വരുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്കുണ്ട്, എല്ലായ്പ്പോഴും. ഇനി ജീവൻ്റെ ഒരു ആദ്യകാലം, പക്ഷെ ഞങ്ങളൊക്കെ പരിചയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഒരു കൗമാരകാലത്തിൻ്റെ 2 കവിതകൾ ചൊല്ലും. 2 poems ഒരു യങ് ഏജ്. അക്കാലത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആദ്യം ചൊല്ലുന്നത് ജീവൻ അഹോമി ചൊല്ലും, ഞാനും ജീവനും അനിതയും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് വന്ന് ജീവന് അസാമിയെയും ഞങ്ങൾക്ക് മലയാളവും മാത്രമേ എന്ന് അറിയുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കഷ്ടി പിഷ്ടിയാണ്. ഇംഗ്ലീഷ് കൂട്ടി പറയാനായിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും വലിയ തിട്ടമില്ലാത്ത കാലത്താണ് ഞങ്ങളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കവിതയ്ക്ക് കവിതയുടേതായ ഭാഷയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വിവർത്തനം കൂടിയാണിത്. യു ക്യാൻ റിസൈറ്റ് ഇൻ അഹോ ജിഗോഫുലൊരംഗോ. I read in Assamese and Anwar also read in Malayali. Murga jika fulorong. বৰষুণত তিতি বাজি থকা এটা বাঁহীৰ মাত বাজিয়েই থাকিল। গছ পাতৰ দৰে সৰি থাকিল এটা এটাকৈ সপোন। মই যে পাল তৰা এখন সৰু নাও, বাঁহীৰ মাত শুনি নৈৰ দৰে চুব বিচাৰোঁ সেউজীয়া দুপাৰ। আজি ৰাতিটো অকলে কটাব নোৱাৰি, মই যে প্ৰথম ফুলা শিমলু ফুল। ভাৱবোৰ কুণ্ডলী পকাই থাকোঁতে বৰষুণত তিতি বুৰি আহি এটা জোনাকী পৰুৱাই ক'লে, শুনিছানে বৰষুণত তিতি বাজি থকা বাঁহীৰ মাত। মই সেই অনামী বাঁহীবাদকজনক বিচাৰি গৈছিলোঁ। তেনেতে বতাহে লৈ আহিল তোমাৰ কাষলৈ। মোৰ অহাৰ কথা তুমি কাকো নকবা, বতাহে সেই কথা গোপনে ৰাখিব। নহ'লে আকাশে গম পালে তৰাক কৈ দিব, আজি ৰাতিটো তোমাৰ লগতে কটাম মোৰ গাত জিকা ফুলৰ ৰং। চাকি গছি নুমাই দিয়া আমি ৰাতি ফুলো। എൻ്റെ മെയ്യിന് ജിഗമലരിൻ്റെ നിറം. മഴ കുതിർന്ന ഒരു പുല്ലാങ്കുഴൽ പാടിക്കൊണ്ടിരുന്നു. ഇലകളെന്നോണം ഒന്നൊന്നായി കിനാവുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഞാനൊരു കുഞ്ഞു പായ്വഞ്ചി. പുല്ലാങ്കുഴൽ വിളി കേട്ട് പച്ച തഴച്ച കരകളെ പുഴ പോലെ പുൽകാനാഞ്ഞു. ഞാൻ ഹിമുലു പുഷ്പത്തിൻ്റെ പ്രഥമ മുകുളം. ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാവുകയില്ല. അങ്ങനെ മനോവിചാരങ്ങളിൽ പുകഞ്ഞുകൊണ്ടിരിക്കെ പെരുമഴയിൽ നനഞ്ഞൊലിച്ചെത്തിയ ഒരു മിന്നാമിന്നി ചൊല്ലി
മഴ നനഞ്ഞൊഴുകി വന്ന പുല്ലാങ്കുഴൽ വിളി നീ കേട്ടുവോ? ഞാൻ ആ അജ്ഞാത ഗായകനെ തിരഞ്ഞലയുകയായിരുന്നു. അപ്പോൾ കാറ്റ് നിന്നെ എൻ്റെ ചാരത്തെത്തിച്ചു. ഞാൻ വന്നുവെന്ന് നീ ആരോടും പറയരുത്. കാറ്റ് ആ രഹസ്യം കാത്തുകൊള്ളും. ആകാശം അറിഞ്ഞാലോ താരകളോട് വിതറും. വിളക്ക് കെടുത്ത് നാം രാത്രി വിടരുന്നവർ. സഖിക്കൊസി നുമൈദി അമി രാത്തി ഫുൽ. ഇത് ഞങ്ങൾ 3 പേരൂടെ വിവർത്തനം ചെയ്ത കവിതയാണ്. മൂൺ ഇതേ കാറ്റഗറിപ്പെട്ട അതിൻ്റെ വേറൊരു കവിതയാണ്, ചെറിയ കവിതയാണ്. The moon. Who is the you want to reach out for the moon? The moon is the night lamps. If we jump like that, the breast will fall and blood boil down the veins. You reach out of the sky with your steam-like arms. You are dancing, hoping for the moon. Fringe hips, the crimson dress will fall off. Curious men all around. Your couple ripples. You come back. The moon is the night flower. You too. You have the Homia? You read in Malayali. Okay. ചന്ദ്രൻ. ചന്ദ്രനിലേക്ക് കുതിച്ച് നീ ആരെയാണ് കൊതിക്കുന്നത്? ചന്ദ്രനിലേക്ക് കുതിച്ച് നീ ആരെയാണ് കൊതിക്കുന്നത്? ചന്ദ്രൻ രാത്രിയുടെ വിളക്ക്. ഇങ്ങനെ കുതിച്ചു ചാടിയാൽ മുലകൾ അടർന്നു വീഴും. ചോര തിളച്ച് സിരകൾ തൂവും. കൈത്തണ്ടകൾ നീർത്തി നീ വെണ്ണിനായി കുതിക്കുകയാണ്. നീ നൃത്തമാടുകയാണ് ചന്ദ്രനെ നനച്ച്. നിന്റെ നിതംബം ഉന്മത്തം. ചെഞ്ചേല അഴിഞ്ഞു വീഴും. എമ്പാടും കുതുകികളായ ആൺകൂട്ടരുണ്ട്. നീ തിരികെ വരാൻ നിന്റെ പൈക്കിടാവ് അലതല്ലി വിളിക്കയാണ്. ചന്ദ്രൻ രാത്രിയുടെ മലര്, രാപ്പൂവ് തന്നെ നീയും. ഈ വലിയ നൃത്ത പാരമ്പര്യം, നാടോടി നൃത്ത പാരമ്പര്യമുള്ളതാണ്. ഒരു നൃത്തമുണ്ട് ഇതിൻ്റെ ഭാഷയിലെ. അത് ഒരുപക്ഷെ മലയാളത്തിന് ഇച്ചിരി കുറവാണ്. നമ്മൾ എണീറ്റിട്ട് നൃത്തം ചെയ്യുന്ന വളരെ അപൂർവമല്ലേ. അവർ എന്തിന് നൃത്തം ചെയ്യുന്ന ജനതയാണ്. ഐ ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പോയം. നിസാമുദ്ദീൻ. You read Orange Hills first. Orange Hills. The title of this session is also Orange Hills. This poem is a very small poem, but it's a very powerful that comment on the poetic comment on the disturbance in those terrains in northeast. It's a very powerful. Orange മരങ്ങളുടെ നിറം മാത്രമല്ല, ചോരയുടെ നിറവും പിന്നെ ഉൾഫ കലാപകാലങ്ങളുടെ എല്ലാം ഓർമ്മകളുള്ള ഒരു കവിതയാണ്. ആ വിഷയത്തെക്കുറിച്ച് ധാരണയുള്ളവർക്ക് ഈ കവിത കൂടുതൽ അകത്തേക്ക് തുളച്ച് കയറുമെന്ന് എനിക്ക് തോന്നുന്നു. The Orange Hill. The Orange Hill is rushing with their young ones. The pigs are screaming. The fire is flying its red flames. The red flames are devouring the tips of the trees. The pigs are running after the orange. The men are running with bullets and blood. ഓറഞ്ച് മല ഓടുന്നു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി പന്നികൾ അലമുറയിട്ട് പായുന്നു. തീയ ചെന്നാളങ്ങൾ വിടർത്തി പാറുന്നു. ചെന്നാളങ്ങൾ മരത്തലപ്പുകളെ വിഴുങ്ങുന്നു. പന്നികൾ ഓറഞ്ചുകൾക്ക് പിന്നാലെ പായുന്നു. മനുഷ്യർ വെടിയുണ്ടകളും ചോരയുമായി പായുന്നു. നിസാമുദ്ദീൻ.
Another poem, it's a very different kind of poem. There's no മലയാളം മാത്രം വായിക്കാം ഞാൻ. എൻ്റെ ഹോമി ഇല്ല. നിസാമുദ്ദീൻ്റെ ചേട്ടൻ മരിച്ചു. ഒരപൂർവ ദൃശ്യം എൻ്റെ കാഴ്ചയിൽ എമ്പാടും തിളച്ചു മറിയുന്നു. തളർന്ന മിഴികളാൽ എൻ്റെ പഴകിത്തുരുമ്പിച്ച പെട്ടിയിലേക്ക് അവൻ ഉറ്റുനോക്കുന്ന ദൃശ്യം. ഓർമ്മയുടെ മഞ്ഞ് നെടുകെ പിളർന്ന് എത്ര വിചിത്രമായാണ് സ്വന്തം ഹൃദയത്തെ നാം രണ്ടായി വലിച്ചു കീറുന്നതെന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾ കുഴങ്ങിപ്പോകുന്നു. എൻ്റെ ചേട്ടനെ ഓർത്തെനിക്ക് ചങ്ക് പൊട്ടുന്നു. പഠിക്കാനായി നാടും കുടിയും വിട്ട നാൾ ബുധനാഴ്ച ചന്തയിൽ നിന്ന് വാങ്ങിത്തന്നതാണ് ഈ തുരുമ്പിച്ച തകരപ്പെട്ടി. അങ്ങേര് മരിച്ചു, നിസാമുദ്ദീൻ്റെ ചേട്ടനും. വലിയ സങ്കടം ആർക്കാവും? അവനോ എനിക്കോ? എൻ്റെ ചങ്കാഴത്തിൽ നിന്ന് ചുടുചോരയുടെ ഒരു ചാലൊഴുകുന്നു. പൊടുന്നനെ അതിനായി കൈക്കുമ്പിൾ കോട്ടിക്കൊണ്ട് ചേട്ടൻ എന്നോട് പറയുന്നു, തുള്ളി പോലും നിലത്ത് തൂവല്ലേടാ, അമ്മയ്ക്ക് സങ്കടം വരും. നോക്ക്, ഇലപൊഴിക്കാലത്തെ ഈറ്റകൾക്കു മധ്യേ ഒരു കാറ്റ് ആഞ്ഞാഞ്ഞു വീശി പെട്ടിയുടെ തുരുമ്പിച്ച കൊളുത്തിൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ക്ഷമിക്ക് നിസാമുദ്ദീനെ, ഒരു നൊടി നിൽക്ക്, പെട്ടി തുറക്കപ്പെടും. തുറക്കുമ്പോൾ കൈ നിറയെ സ്വപ്നങ്ങളും എടുത്ത് അബ്ബയുടെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് പറയ്, അങ്ങയെപ്പോലെ മൂത്തോനെ നഷ്ടപ്പെട്ടവരായി നിരവധി അച്ഛന്മാരുണ്ടെന്ന്. പെട്ടെന്ന് നിസാമുദ്ദീൻ്റെ മുഖത്ത് ചിന്തകളുടെ ഒരോളം പിടഞ്ഞു. മറക്കാനാവാത്തൊരു രൂപം അവൻ്റെ കൺമുന്നിൽ ജീവൻ വെച്ച് അവൻ വന്ന വഴിയെ തിരിഞ്ഞോടി. ഞാൻ നിസാമിനെ നോക്കി. ഒരു കുടന്ന സ്വപ്നങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ച് അവൻ പായുകയാണ്. ഞാൻ നിസാമിനെ നോക്കി. ഒരു കുടന്ന സ്വപ്നങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ച് അവൻ പായുകയാണ്. അല്ല, ഞാൻ പായുകയാണ്. ഞാനോ അതോ അവനോ? മുറുകെ പിടിച്ച കയ്യ് തുരുമ്പിച്ച പെട്ടിയിലേക്ക് തളർന്നു വീണ് ഞാനും തിരികെ കുതിക്കുകയാണ്. നിസാമുദ്ദീൻ്റെ ചേട്ടൻ. This poem, this is a recent poem. It's wrote almost 3 years back. It's a very different kind of poem than you heard. ജീവൻ്റെ കവിതയിൽ ഒരു അടുത്ത ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള സബ്റ്റിലായിട്ടുള്ള ഒബ്സർവേഷൻസിലേക്ക് ഒരു മിഡ് ഏജ്ഡായ ജീവൻ്റെ കവിതയാണിത്. വായിക്കും. Mirror in water. The earlier poem I wrote on a mirror, having aged, is now quite old. The blind singer had glued piece of broken mirror to his lyre. He has been dead for many years, the piece of the mirror lives. Such pieces of mirrors sit gently inside beautiful handbags too. Not all women who carry these mirrors are as beautiful as the handbags. Every time he sang, his face shone in the mirror. Ill-fated that he was, he couldn't himself. They secretly inspect their face. In the mirrors they carry inside their handbags to ensure that they look attractive. Since the day of gazing at one's reflection in water to carrying mirrors in handbags, the custom of self-gazing continues and will continue as long as there are mirror and water. He cut his feet in stray shot of a mirror. He bled. The cut turned septic. He ran to the pharmacy to get injection. The boy at the pharmacy sneered at his blindness. As long as there are mirrors, there will be blind men and women. There will be handbags and cosmetics. The mapping of life's border will continue because the singer was blind, the women are blind,
The poet is blind, so is the reader. Greed and attachment are nothing new to this world. Hence, everyone is blind. Only mirror and water are not. കണ്ണാടിയും ജലവും. കണ്ണാടിയെക്കുറിച്ച് മുമ്പെഴുതിയ കവിതയ്ക്കിപ്പോൾ വയസ്സായി, അത് പഴകി. അന്ധഗായകൻ തൻ്റെ നന്ദുണിയിൽ പൊട്ടിയ ഒരു കണ്ണാടിത്തുണ്ട് ഒട്ടിച്ചു വച്ചിരുന്നു. അയാൾ മരിച്ചിട്ട് നാളേറെയായി. കണ്ണാടിത്തുണ്ട് ഇപ്പോഴുമുണ്ട്. അത്തരം കണ്ണാടിത്തുണ്ടുകൾ അഴകുള്ള ഹാൻഡ് ബാഗുകളിലും കാണാറുണ്ട്. അവ കൊണ്ടു നടക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരുമൊന്നും ആ ഹാൻഡ് ബാഗുകളോളം അഴകുള്ളവരല്ല. പാടുമ്പോഴെല്ലാം കണ്ണാടിയിൽ തിളങ്ങി അയാളുടെ മുഖം. തനിക്ക് സ്വയം കാണാനാവാത്തത് അയാളുടെ ദുർവിധി. ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിട്ടുള്ള കണ്ണാടിയിൽ അവർ ഇടയ്ക്കിടെ രഹസ്യമായി മുഖം നോക്കും, തങ്ങളുടെ ചന്തം ഉറപ്പിക്കാൻ. ജലത്തിൽ സ്വന്തം പ്രതിബിംബം കണ്ട നാൾ മുതൽ ഹാൻഡ് ബാഗിൽ കണ്ണാടി കരുതും കാലം വരെ തുടരുന്നു സ്വയം നോട്ടശീലം. കണ്ണാടിയും ജലവും ഉള്ളിടത്തോളം അത് ഇനിയും തുടരും. കൂർത്തൊരു കണ്ണാടിച്ചില്ല് തറഞ്ഞ് അയാളുടെ പാദം മുറിഞ്ഞു. ചോര കിനിഞ്ഞു, മുറിവ് പഴുത്തു വിങ്ങി. അയാൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ഫാർമസിയിലേക്ക് പാഞ്ഞു. ഫാർമസിയിലെ ചെക്കൻ അയാളുടെ അന്ധതയെ പരിഹസിച്ചു. കണ്ണാടികൾ ഉള്ളിടത്തോളം കാലമുണ്ടാവും കാഴ്ചയില്ലാത്ത ആണും പെണ്ണും. ഉണ്ടാവും ഹാൻഡ് ബാഗുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. തുടരും ജീവിതത്തിൻ്റെ അതിരുകൾ ആലേഖനം ചെയ്യൽ. പാട്ടുകാരന് കാഴ്ചയുണ്ടാവില്ല, പാട്ടുകാരന് കാഴ്ച ഉണ്ടായിരുന്നില്ല. പെണ്ണുങ്ങളും കാഴ്ചയറ്റവർ. കവിക്കുമില്ല കാഴ്ച, വായനക്കാർക്കും. ആർത്തിയും ആസക്തിയും ഈ ലോകത്ത് ഒരു പുതിയ കാര്യമല്ല. ആകയാൽ കണ്ണാടിയും ജലവും മാത്രമല്ല, ഏവരും അന്ധർ. You read in Malayali and Anwar Haki. That naked time of you read in Malayali. Okay. He's asking to read Malayalam alone. This is also a politically pregnant poem. നഗ്നകാലങ്ങൾക്ക് സാക്ഷി. ഇത് അവസാനത്തെ പ്രോഗ്രാം അല്ലേ? നഗ്നകാലങ്ങൾക്ക് സാക്ഷി. വേഗം സ്ഥലം വിട്ടോ, മഴ കോരിച്ചൊരിയുന്നു. ഈ കരുണയേറ്റ കാലത്ത് എന്ത് പ്രണയം. മഴയ്ക്കൊപ്പം ചീറ്റുന്ന ചോരയുടെ ചാലുകൾ. പട്ടണത്തിൽ കൂട്ടലഹള എന്ന റിപ്പോർട്ടുകൾ. കർഫ്യൂ അന്തരീക്ഷം. ശരിക്കും അനവധി തലകളിൽ, തുടകളിൽ, കാലുകളിൽ വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വന്നത്. മണിക്കൂറുകളോളം മാനത്ത് നോക്കി നിന്ന് കൃഷിക്കാരുടെ കണ്ണുകൾ നൊന്തിരുന്നു. അത് വരൾച്ചയ്ക്ക് ശേഷമുള്ള കോരിച്ചൊരിയലായിരുന്നു. നിലമുഴുതൊരുക്കാൻ ഗ്രാമീണർ പാടത്തേക്ക് പാഞ്ഞു. നിലമുഴുതൊരുക്കാൻ ഗ്രാമീണർ പാടത്തേക്ക് പാഞ്ഞു. ഉഴവുകാളകൾ കലപ്പ കെട്ടി ഇറങ്ങാൻ തുടങ്ങിയതും ഒരു കാഴ്ച കണ്ണിൽ തടഞ്ഞു. ചേറിൽ പാതി അഴുകിയ 2 ശവങ്ങൾ. ഗ്രാമം പ്രതിഷേധമുയർത്തി. പേടിച്ചരണ്ട നാട്ടുമോന്തകൾ മിണ്ടാട്ടം മുട്ടി വീടുകളിൽ ഒളിച്ചു. ആളുകൾ തീ പൂട്ടി തമ്മിലള്ളി പിടിച്ചിരുന്നു. ഭീതി പക്ഷേ വിട്ടൊഴിഞ്ഞില്ല. മകൻ പട്ടണത്തിൽ നിന്ന് വരുന്നതും കാത്ത് ഒരപ്പൻ
വീട്ടുവാതിൽക്കൽ നിന്നു. നഗ്നകാലങ്ങൾക്ക് സാക്ഷിയായി. മഴ വാതിലിനെ മെല്ലെ കഴുകിയെടുത്തുകൊണ്ടിരുന്നു. അപ്പൻ വഴിയിലേക്കിറങ്ങി തെരുവിൻ്റെ അറ്റത്തേക്കൊന്ന് നോക്കി. ആരുമില്ല. ഒന്നുകൂടി നോക്കി. ഇല്ല, ആരെയും കാണാനില്ല. അപ്പന് നെഞ്ചിൽ ഒരു എരിച്ചിൽ തോന്നി. നെഞ്ചത്ത് കൈയമർത്തി അയാൾ മന്ത്രിച്ചു, അവൻ എന്താ വരാത്തത്? ഹോ! ഇത് അവിടുത്തെ ആ പ്രദേശത്തെ അരക്ഷിതത്വ ബോധത്തെ വല്ലാതെ പ്രതിഫലിപ്പിക്കുന്ന കവിതകളിലൊന്നാണ്. You want to recite any Asamiya? Yeah, this one I will. Yeah, only Malayalam. You have the English translation also. You read in English. Yeah. Thus I read 2 lines in Assamese also. Knife smeared. Okay. Nice piece. I will give an introduction. Yes. This is the new poem. Recently he wrote. Is based on the shades of the shades of the Manipur issue is there in the poem, but it is not directly there. It's symbolize an apple and the knife symbolize the whole terror in those valley and the hills of Manipur. ജിബോൻ അതിൻ്റെ കുറച്ച് വരികൾ അഹോമിയിൽ ചൊല്ലും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് വായിക്കാം. You recite one beginning passage. Just one stanza. আপেলৰ তেজ লগা চুৰিখন ঘাঁহনিৰ কোমল দলিচা এডৰাত নিশব্দে শুই থাকিব বিচৰা নবীন চিত্ৰকৰৰ চকুহালক এপাহ গোলাপে শিহৰণ বোলাই গভীৰ টোপনিলৈ লৈ গ'ল. The knife smeared with apple blood. Apple blood, apple-blood. A rose caressed with soothing thrill. The eyes of a young painter seeking to sleep quietly on a soft carpet of grass and send him to deep slumber. A multi-layered dream, veiled by clouds. Where could be the green? Where could be the darkness? Where could be the outcry of varied shrieks along the path that should have been avoided? The painter moves on and reaches a forest under the sky, spattered with blood. The painter is startled at the sight of the woodland. He screams, ripping the forest apart. It's a new experience for him. The leaves of the dappled trees soak his entire body with slashes. Oh, he goes on enduring from his pocket. From his pocket oozes forth a stream of blood. Surrounding the forest, flocks of birds wail entreatingly. The current of the flowing stream stiffens to a momentary pause. He looks around while straining his ears. A bullet of lead piercing the bosom. Thunders in the unfenced frontier. People are tumbling down dead. Within or beyond the border, the painter sees the uproar of the bullet-riddled, voiceless lot. The painter perceives that such new dreams have no beginning nor any end. Only blood, sweat, bullets, and screams descend upon the canvas. The chunk of sky remains hanging before the eyes. The painter gropes about in his shirt pocket. He is in utter helplessness.
searching for colors in the current of the flowing stream. The voiceless lot slowly grew conscious on his canvas, looking at the pendant chunk of sky, looking at the sharply pointed ends of the trees, seeking to stitch the sky. The painter is at a loss. Changing the dream, he keeps on trudging ahead. Multi-layered dreams. Dreams in each and every layer. How variegated, how bizarre. Moving on, the painter steps onto the pavement. Opening a window pane, a pretty girl with a soft smile offers him a green rose. The sound of a cicada drifts from somewhere, kisses the green rose and tucks it into the pendant sky on the canvas. The stroke of the kiss awakens the painter, and he sees in front a pretty girl munching an apple. The knife smeared with apple blood lies on the chair in a swoon. The voiceless lot watch in amazement the pretty girl munching the apple. The painter keeps watching. The knife used for cutting apples melt and speared all over. The knife used for cutting apples melt and smeared all over. അങ്ങനെ എല്ലായിടത്തും മണിപ്പൂരിൽ പടർന്ന് ഇന്ത്യ മുഴുവനും ഇത് പടരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പ്രവചനം ഈ കവിതയിലുണ്ടെന്ന് തോന്നുന്നു. Actually, it is environmental. But I am talking about the not only Manipur situation. No, I am telling that it is not about Manipur only. It's everywhere. Everywhere is happening. That's what I am telling. Okay. And I think the time is already over. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ജീവൻ്റെ നേതൃത്വത്തിൽ വേറെ ചില കാര്യങ്ങൾ അസംബ്ലി നടക്കുന്നു. അവിടുത്തെ ഭാഷ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭാഷയ്ക്ക് വേണ്ടി വളരെ ന്യായമായ ഭാഷാ ഫനാറ്റിസം അല്ല, ഭാഷയുടെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പാഠ്യപദ്ധതികളിൽ നിന്നും അഹോമി ഒഴിവാക്കപ്പെടുന്നതിനെതിരായിട്ടുള്ള വലിയ പ്രസ്ഥാനം ജീവനും മറ്റ് സുഹൃത്തുക്കളും ചേർന്ന് അവിടെ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ലക്ഷ്മിപത് ബെസ്ബറുവയുടെ അവിടുത്തെ പ്രധാനപ്പെട്ട റിനൈസൻസ് പോയിറ്റിൻ്റെ ഒരു ഗാനമുണ്ട്. അവരുടെ ഒരു ലാംഗ്വേജ് സ്റ്റേറ്റ് ആന്തം എന്ന് പറയുന്നത്. ആ പാട്ട് അദ്ദേഹത്തിൻ്റെ 100ാം ചരമവാർഷികത്തിന് വിവിധ ഭാഷകളിൽ, how many languages it was? In 41 languages they translated that song, and in the same composition they sang together, and in various places organized for an year. It prolonged, and at the end of the festival in a stadium the whole language people gathered together and sang that song in their own languages. See, there is not one national anthem, not one national anthem for them. 41 national anthem. That's the thing. The plurality, not the singularity of nationalism, but the plurality of nationalism is highlighted. The concept of nationalism is reversed. That is the thing. That's a revolutionary. It's a subversive kind of thought by these language people from Northeast. Thank you. And you can, if you want to say something. Okay. Thank you and Dhanabad. Nani. Thank you, sir.